അസ്സലാമു അലൈക്കും. ഈദ് മുബാറക് ഗൈസ്. അപ്പോൾ ഇന്ന് ഈദല്ലല്ലേ, ഇന്നത്തെ ദിവസം ഫുൾ നമുക്ക് കണ്ടാലോ. എൻ്റെയും എൻ്റെ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും അനിയൻ്റെയും ഫുൾ ഫാമിലി ഈദ് വ്ളോഗാണ് ഇന്നത്തെ പരിപാടി. രാവിലെ 7:15 നമ്മൾ എന്താ പറയുക പള്ളിയിൽ എത്തിയിരിക്കണോ, എന്നാലല്ലേ നമുക്ക് നിസ്കാരം കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ധൃതിയുള്ള ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാനും റയാന്, എൻ്റെ അനിയനും ഉമ്മയും ഉപ്പയും. നമ്മളങ്ങനെ നിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് നമ്മളെ കുടുംബക്കാരാണ് ഈദ്ഗാഹിൽ നിറച്ചുള്ളത്. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ഈദിന് നിസ്കരിക്കുന്ന സ്ഥലം. അവിടെ മൊത്തം നമ്മൾ ഉമ്മാൻ്റെ ബന്ധുക്കളാണ്. അപ്പോൾ ഫുള്ള് ഹാപ്പിയാണ്. എല്ലാവരെയും ഉമ്മാക്ക് അറിയാം. ഉമ്മ ഫുള്ള് കഥ പറയലിൻ്റെ ഇടയിലേനും. അനക്കാണെങ്കിൽ കുറച്ച് ഇൻട്രോവേർട്ട് സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഉമ്മാൻ്റെ നാട്ടുകാരും ഉമ്മാൻ്റെ ഫ്രണ്ട്സെല്ലാണ് ഈദ്ഗാഹിലുള്ളത്. സംഭവം എന്താ അറിയോ, നമ്മൾ ഉമ്മാൻ്റെ നാട്ടിലേക്ക് കൊയിലാണ്ടിയിലേക്ക് വീട് മാറി വന്നതാണ്. ഇതാ ഈദ്ഗാഹ് ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യത്തെ ഈ നാട്ടിലുള്ള ദിവസമാണ്. നമ്മൾ ഇന്നലെയാണ് പുതിയ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ കൊയിലാണ്ടി ആദ്യത്തെ ഈദാണ്. കൊയിലാണ്ടിയിലുള്ള വീട് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ ഈദാണ്. വീട് മാറുന്നതിൻ്റെ തിരക്കിൽ ഉമ്മ കുറേ പണിയെടുത്തിന്. അപ്പോൾ ഉമ്മാക്ക് എന്തായാലും തീരെ ക്ഷീണം കൊണ്ട് ഭക്ഷണം രാത്രിയത്തേക്കൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈദിൻ്റെ ദിവസത്തെ ഇന്നത്തെ ഭക്ഷണം നമ്മൾ പുറത്തുള്ള ഒരു പീടികയിൽ നിന്ന് വാങ്ങിച്ച്, കൊയിലാണ്ടിയിലുള്ള ഒരു നല്ലൊരു അടിപൊളി ഫേമസ് ആയ പീടിക ഉമ്മാക്ക് അറിയാമെന്ന് ഉമ്മ പറഞ്ഞ്. നമ്മൾ കേരളക്കാരുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഉമ്മാനെ ഇടങ്ങാറാക്കണ്ടല്ലോ, നമുക്ക് നല്ല ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ച് ഈദിൻ്റെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ അനിയന് നല്ലോണം ഉറക്കം വരാൻ തുടങ്ങി. മോനെ എന്താ പറയുക, ഈദാവുമ്പം പിന്നെ ഉറക്കം വരൽ സ്ഥിരം പരിപാടിയാണല്ലോ. ഉറക്കം വന്നോണ്ട് ഓനെ കൂട്ടിയിട്ടില്ല. നമ്മൾ വീണ്ടും ഈദിന് എന്താ പറയുക നമ്മളെ യാത്ര തുടർന്നു. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം എനിക്ക് വരുന്നുണ്ട്. നമ്മൾ KSRTC ബസ്സില്ലേ, ഇപ്പം സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടല്ലേ KSRTC ബസ്സിലുള്ള യാത്ര, അത് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും ഉപ്പയും കൂടി ഒന്ന് KSRTC ബസ്സിൽ കയറി നോക്കി. പക്ഷെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലേ. എന്താ സംഭവം എന്നറിയോ, ഏതോ ഒരു ഡേറ്റ് തൊട്ടാണ് പോലോ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ടുള്ള യാത്ര. നിങ്ങൾക്ക് മാഹി പള്ളി അറിയോ? മാഹിയിലായിരുന്നില്ലേ എൻ്റെ വീട്. നമ്മളിപ്പം വീട് മാറിയതല്ലേ, അപ്പം നമ്മൾ മാഹി പള്ളി വഴി എൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്ന. വീട് ഫുള്ള് സാധനങ്ങളെല്ലാം ഒഴിച്ച് ഒന്നുമില്ല. ഇതാ എൻ്റെ റൂമിലെല്ലാം ഫുള്ള് എന്താ പറയുക ആരും ഇല്ലാത്തതിൻ്റെ ഒരു ഫീലിങ്. എനിക്ക് വല്ലാണ്ട് വിഷമായി. വീട്ടിലൊന്ന് പോയതെന്ന് പറഞ്ഞാൽ സംഭവങ്ങളെല്ലാം ഒന്ന് എന്താ പറയുക നമ്മൾ എടുക്കാൻ മറന്നുപോയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഭയങ്കര ശൂന്യത. ഞാൻ കുറേ എന്താ പറയുക നല്ല വിഷമമുണ്ടടാ വീട് മാറിയല്ലേ, പക്ഷെ ലൈഫല്ലേ. പിന്നെ നമ്മൾ ഒരു ഏകദേശം വൈകുന്നേരം 5 മണിക്ക് ഓടിയോണ്ട് നമുക്ക് ട്രെയിൻ കിട്ടി. നല്ല ഉറക്ക ക്ഷീണവും എല്ലാം ഉണ്ട്. ഈദിൻ്റെ ക്ഷീണോ, അതുപോലെ വീട് പുതിയതായിട്ട് മാറിയതിൻ്റെ ക്ഷീണോ. ഈ ആകാശമെല്ലാം കാണാൻ നല്ല രസമില്ലേ. അവിടെ ട്രെയിൻ സ്റ്റേഷനിലുള്ള വ്യൂ ആണ്. നല്ല രസമില്ലേ. നല്ലോണം വൈകുന്നേരമായിന്, അതിൻ്റെ സൈനാണിതെല്ലാം. ട്രെയിൻ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയ ഓട്ടോ എന്ന് പറയാൻ നല്ല രസേനു. DJ പാർട്ടി പോലെ ഉണ്ടേനു. അപ്പോൾ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈദിൻ്റെ ഇന്നത്തെ ദിവസം നടന്നത്. ഇൻസ്റ്റയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിന് ഇന്നത്തെ ദിവസത്തെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നിങ്ങൾ കാണാൻ മറക്കണ്ട. നല്ല രസമുള്ള പിൻട്രസ്റ്റി വൈബിളുള്ള വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഞാൻ ചെയ്തിന്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ബൈ.